നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് നവ്യ നായർ. ദിലീപിന്റെ നായികയായി ഇഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് നവ്യ മലയാള സിനിമാ രംഗത്തെത്തുന്നത്. സിബി മലയിൽ ഒരുക്കിയ ഇഷ്ടം എന്ന സിനിമയിൽ ദിലീപിന്റെ നായികയായി എത്തിയ നവ്യയ്ക്ക് പിന്നീട് സിനിമാ ലോകത്ത് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. രഞ്ജിത്തിന്റെ നന്ദനം എന്ന സിനിമയിലായിരുന്നു ഇഷ്ടത്തിന് പിന്നാലെ നവ്യ അഭിനയിച്ചത്. ഇതിലെ ബാലാമണി എന്ന കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിക്കുകയായിരുന്നു നവ്യ നായർ. സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി മാറാനും നന്ദനത്തിലൂടെ നവ്യയ്ക്ക് സാധിച്ചു. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം പങ്കുവെച്ച് എത്താറുമുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന നാളുകളിൽ നല്ലൊരു നർത്തകിയായി അറിയപ്പെട്ടു തുടങ്ങിയ നവ്യ നായർ അഭിനയ മേഖലയിൽ കാലെടുത്തു വെച്ചപ്പോഴും നല്ല അഭിനേത്രി എന്ന പേരെടുത്തു. സ്കൂൾ വിദ്യാർത്ഥിയായ മകൻ സായി കൃഷ്ണ വിജയങ്ങളുടെ കാര്യത്തിൽ അമ്മയുടെ മോൻ എന്ന് വിളിക്കപ്പെടാൻ എന്തുകൊണ്ടും അർഹനാണ്. പഠന കാര്യത്തിൽ അമ്മയുടെ നേട്ടം ഇപ്പോഴും ഈ മകന്റെ മുകളിലുണ്ട്. എത്ര തിരക്കുണ്ടായാലും മകന്റെ പഠനത്തിൽ നവ്യ ചെലുത്തുന്ന ശ്രദ്ധ വളരെ വലുതാണ്. സ്കൂളിൽ സായി വെറും ഒരു പുസ്തകപ്പുഴു അറിയപ്പെടരുത് എന്ന് നവ്യയ്ക്ക് നിർബന്ധമുള്ള പോലെ അടുത്തിടെ അമ്മയുടെ നൃത്തവിദ്യാലയമായ മാതങ്കിയിൽ നവ്യയുടെ പുത്രൻ നർത്തകൻ കൂടിയായി. ഒരിക്കൽ സായി കൃഷ്ണയുടെ സ്കൂളിൽ നടന്മാരായ സുരേഷ് ഗോപിയും ദിലീപും അതിഥികളായപ്പോഴും അവർക്ക് മുന്നിൽ ബാൻഡിന്റെ തലവനായി സ്വീകരണം നൽകിയതും സായി തന്നെയായിരുന്നു. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ സായി കൃഷ്ണ സമർത്ഥനാണ്. ഇന്നിപ്പോൾ മകൻ സ്കൂൾ യൂണിഫോം ധരിച്ച് നെഞ്ചിൽ ഒരു സ്റ്റാർ പതിപ്പിച്ച് നിൽക്കുന്ന ചിത്രം നവ്യ നായർ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി രൂപത്തിൽ പോസ്റ്റ് ചെയ്തു. അമ്മയുടെ ഗുണ്ടുമണി വാവയിൽ നിന്നും ഇത്രയും വളർന്നു വലുതായ സായി കൃഷ്ണ ഒരു പ്രത്യേക വിജയം കൂടി നേടിയിരിക്കുന്നു. ക്ലാസ്സിൽ ഒന്നാമതാണ് ഈ മിടുക്കൻ കുട്ടി. എൻ്റെ ചക്കരയ്ക്ക് 1ാം റാങ്ക്. നെഞ്ചിൽ നക്ഷത്രവുമായി അവൻ പോസ്റ്റ് ചെയ്യുന്നു. അമ്മയുടെ ഗുഡ് ബോയ് ഉമ്മ എന്ന് മകൻ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി മകൻ നൃത്തം ചെയ്യും എന്ന കാര്യവും നവ്യ തീർത്തും സർപ്രൈസ് ആക്കി വെച്ചിരുന്ന വിഷയമാണ്. സായി കൃഷ്ണ പഠനത്തിലും സ്പോർട്സിലും മിടുക്കനാണെന്ന വിവരം മാത്രമേ നവ്യ അതുവരെ എല്ലാവരും അറിയുന്ന നിലയിൽ പോസ്റ്റ് ചെയ്തിരുന്നുള്ളൂ. സംസ്ഥാന കലോത്സവത്തിൽ കലാതിലകം നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് നവ്യ ശ്രദ്ധ നേടിയത്. കലാതിലക പട്ടം നഷ്ടപ്പെട്ട സങ്കടത്തിൽ കരയുന്ന നടി നവ്യ നായരുടെ വീഡിയോയും ചിത്രങ്ങളും അക്കാലത്ത് തരംഗമായി മാറിയിരുന്നു. ഇന്നും ആ വീഡിയോ യൂട്യൂബിൽ അടക്കം ലഭ്യമാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു നവ്യയ്ക്ക് ഏറെ പ്രതീക്ഷിച്ച കലാതിലകം നഷ്ടമായത്. നവ്യയ്ക്കൊപ്പം അന്ന് മത്സരിച്ച നടി അമ്പിളി ദേവിയായിരുന്നു ആ നേട്ടം സ്വന്തമാക്കിയത്. സിനിമയുമായി ബന്ധമുള്ളതിനാലാണ് അമ്പിളിക്ക് കൊടുത്തതെന്നും തനിക്ക് അർഹതയുണ്ടെന്നുമൊക്കെ പറഞ്ഞ് മത്സരത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയുകയായിരുന്നു. വിവാഹത്തോടെ സിനിമയിൽ നിന്നും നവ്യ ഇടവേള എടുത്തിരുന്നു. 2010 നവ്യയുടെ വിവാഹം. സന്തോഷ് മേനോൻ എന്ന ബിസിനസ്സുകാരനെയാണ് താരം വിവാഹം ചെയ്തത്. ഇരുവർക്കും ഒരു മകനുണ്ട്. ശേഷം സീൻ 1 നമ്മുടെ വീട് എന്ന സിനിമയിലൂടെയാണ് തിരിച്ചെത്തിയത്. പിന്നാലെ ചില കന്നഡ സിനിമകളിലും നവ്യ അഭിനയിച്ചിരുന്നു. നീണ്ട നാളുകൾക്ക് ശേഷം ഒരുത്തി എന്ന സിനിമയിലൂടെ വീണ്ടും മലയാളത്തിൽ സജീവമായിരിക്കുകയാണ് നടി. ജാനകി ജാനയാണ് ഏറ്റവും അവസാനം തിയേറ്ററുകളിലെത്തിയ നവ്യ നായരുടെ സിനിമ. സൈജു കുറുപ്പും നവ്യ നായരുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.